ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? എല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ഗായത്രി, സ്പാർക്ക്, സിംബണി, അരുന്ധതി. ഓക്കെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ലക്ഷ്യയുടെ ബുക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ ഈ ബുക്ക് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ലക്ഷ്മികാന്തിന്റെ മലയാളം വേർഷനാണ്. പ്ലസ് ഇതിനകത്ത് SCRT NCRT ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് പഠിച്ചെടുത്തിട്ട് എക്സ്ട്രാ നമുക്ക് എന്താണ് ഈ പറയുന്ന SCRT NCRT കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് കവർ ആവും കേട്ടോ. അപ്പം ആർക്ക് വേണമെങ്കിലും ഈ ഒരു ക്ലാസ് അപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണമാണ് നമ്മൾ നോക്കുന്നത്. അതായത് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എത്ര സമയമാണ് എടുത്തത്? 2 വർഷം 11 മാസം 18 ദിവസം കേട്ടോ. എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. അല്ലെങ്കിൽ PSCയുടെ ആൻസർ പ്രകാരം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാനായിട്ട് എടുത്തത്. ഓക്കെ, ഹായ്, എല്ലാവരും രാവിലെ എത്തിയിട്ടുണ്ട്. എടാ, ഇത് തുടക്കത്തിൽ ആവേശമാണോ ഇതോ എല്ലാ ദിവസവും ഇനി കാണുമോ? എല്ലാ ദിവസവും കാണുമോ രാവിലെ 4 മണിക്ക്? ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്ന. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്ക്. എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഓക്കെ, ഇനി ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണ്? എത്ര രൂപ ചെലവായി? 64 ലക്ഷം രൂപയാണ് ചെലവായത് കേട്ടോ. എത്രയാണ്? 64 ലക്ഷം രൂപയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിക്കാനായിട്ട് ചെലവായത്. ഓക്കെ, അപ്പൊ ഭരണഘടന നമ്മുടെ പൊതുജന അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1948 ഫെബ്രുവരി 28-നാണ്. അപ്പൊ പൊതുജന അഭിപ്രായം അറിയാൻ വേണ്ടി ഭരണഘടന തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആണോ എന്ന് അറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടി എന്നാണ് പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചത്? 1948 ഫെബ്രുവരി 28. ഓക്കെ, 8ന്റെ പണിയാണ് ഭരണഘടന. അപ്പൊ 1948 ഫെബ്രുവരി 28 എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ഭരണഘടനയുടെ പൂർണ്ണരൂപം ഭരണഘടനാ നിർമ്മാണ സഭ അതിനുമേൽ ചർച്ച നടത്തി. അപ്പൊ അത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്? ഭരണഘടന എന്താണ്? ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് അതിന്റെ പൂർണ്ണരൂപം നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ അന്നത്തെ നിയമനിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചു. അത് എന്നാണ് അവതരിപ്പിച്ചത്? 1948 നവംബർ 4-നാണ്. എടാ, നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കരുത്, രാവിലെ ഉറക്കച്ചടവായിരിക്കും. അപ്പം ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് കീനോട്ട് പോലെ എഴുതി പോണം കേട്ടോ. ഫുള്ളൊന്നും എഴുതണ്ട, കീനോട്ട് പോലെ എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം? 2 വർഷം 11 മാസം 17 ദിവസം. ചെലവായ തുക 64 ലക്ഷം. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28. ഓക്കെ, ഇനി ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഓക്കെ, 1948 നവംബർ 4. ആരാണ് അവതരിപ്പിച്ചത്? അംബേദ്കർ ആണ് അവതരിപ്പിച്ചത്. ഓക്കെ ആണോ? ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് അംബേദ്കർ ആണ്, 1948 നവംബർ 4. ഓക്കെ അല്ലേ? യെസ്. ഇനി 1948 നവംബർ മാസം 9-ാം തീയതി വരെ ഭരണഘടനാ നിർമ്മാണ സഭ അതിനുമേൽ എന്താണ് ചർച്ചകൾ നടത്തി. അപ്പൊ എന്ന് വരെ ചർച്ച ഉണ്ടായിരുന്നു? നവംബർ 4-ന് അവതരിപ്പിച്ചത് നവംബർ മാസം 9-ാം തീയതി വരെ അതിനുമേൽ ചർച്ചകൾ നടന്നിരുന്നു. ഇന്ന് സമിതിയിൽ ഭരണഘടന രണ്ടാമതും വായിക്കപ്പെടുകയും 1948 നവംബർ 15 മുതൽ 49 ഒക്ടോബർ 17 വരെ അതുമായി ബന്ധപ്പെട്ട ഏകദേശം 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും 2473 നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ,
നമ്മളാണ് ആ ഒരു സ്ഥാനത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നമുക്ക് എന്താണ് ഭരണഘടന എന്ന് പോലും അറിയില്ല. ബ്രിട്ടീഷുകാർ അടിച്ചമർത്തപ്പെട്ടതും നമ്മുടെ കുറെ മിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മൾ അതിനു മുമ്പ്, ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് മിത്തുകളെയും അങ്ങനെയുള്ള എന്താണ് വാമൊഴിയായിട്ടുള്ള കുറെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ഭരണഘടന എന്ന് പറയുന്ന കൺസെപ്റ്റേ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് തയ്യാറാക്കുമ്പോൾ അതിന് കുറെ മിസ്റ്റേക്കുകൾ വരത്തില്ലേ? നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് പലരുടെയും കാഴ്ചപ്പാടുകൾ അതിനകത്ത് കാണും. പക്ഷെ അത് ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അങ്ങനെ എത്ര ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു? 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു. 2473 നിർദ്ദേശങ്ങൾ എന്താണ് ചർച്ച ചെയ്യുകയും ചെയ്തു. ഓക്കെ, യെസ്. അങ്ങനെ 1949 നവംബർ 14 മൂന്നാമതും ഭരണഘടന വായിക്കപ്പെട്ടു. വീണ്ടും വായിച്ചു, മൂന്നാമത്തെ തവണ വായിച്ചു. ഈ പറഞ്ഞ ഭേദഗതികളൊക്കെ മനസ്സിലാക്കി, നിർദ്ദേശങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൂന്നാമതും നമ്മുടെ ഭരണഘടന വായിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 14 നമ്മുടെ ശിശുദിനത്തിന്റെ അന്നാണ്. 1949 നവംബർ 14 മൂന്നാമതും വായിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം BR അംബേദ്കർ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം BR അംബേദ്കർ അവതരിപ്പിച്ചത് എന്നാണ്? 1949 നവംബർ 14. ഓക്കെ ആണോ? LKG കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ്? 1949 നവംബർ 14 ഓർത്തു വെച്ചേക്കുക. ഇനി ഭരണഘടനയിലെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച അല്ലെങ്കിൽ സമിതി അംഗീകരിച്ചത് എന്നാണ്? നമ്മുടെ ഭരണഘടനയെ ഈ പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ചല്ലേ നമ്മുടെ BR അംബേദ്കർ ഭരണഘടന അംഗീകരിക്കൂ എന്ന് പറഞ്ഞ ഒരു പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം എന്നാണ് ഇതിനെ അംഗീകരിച്ചത്? എന്നാണ് ഭരണഘടനയെ അംഗീകരിച്ചത്? 1949 നവംബർ 26 അല്ലെ? ഇത് നമ്മുടെ PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? നിയമദിനമായിട്ട് ആചരിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ? ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം ഒക്കെ ആയിട്ട് ആചരിക്കുന്നത് നവംബർ 26. എടാ, ഈ നവംബർ 26 വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നവംബർ 26 നമ്മുടെ ക്ഷീരദിനമാണ്. ദേശീയ ക്ഷീരദിനമാണ് നവംബർ 26. വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതേ ദിവസം തന്നെയാണ് ദേശീയ നിയമദിനം, എന്താണ് ഭരണഘടനാ ദിനം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ വിരുദ്ധ ദിനം എന്നാണ്? അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചായിരുന്നല്ലോ. ഭരണഘടനാ വിരുദ്ധ ദിനം എന്നായിരുന്നു. ആരും ഇല്ലേ? ഈ കമ്പൈൻ സ്റ്റഡിക്ക് വന്നിരിക്കുന്ന പലരും കട്ടിലിന്ന് പോലും എണീക്കാതെ ചിലപ്പം എന്താണ് ക്ലാസ് പ്ലേ ചെയ്തിട്ട് സുഖമായിട്ട് ഉറങ്ങുകയായിരിക്കും. ഇടയ്ക്കൊക്കെ കോർക്കം വലിയൊക്കെ കേൾക്കുന്നുണ്ട്. ചാടി എണീക്കുക. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയല്ല രാവിലെ എണീറ്റത്. ഓക്കെ അല്ലേ? യെസ്, ജൂൺ 25 കറക്റ്റ് ആണ്. ജൂൺ 25 നമ്മുടെ ഭരണഘടനാ വിരുദ്ധ ദിനം കേട്ടോ. അതും ഓർത്ത് വെച്ചേക്കണേ. യെസ്, അടുത്ത ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര പേരാണ് ഒപ്പുവെച്ചത്? എത്രയാണ്? 284 പേരാണ് ഒപ്പുവെച്ചത്. അപ്പൊ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284. ഓക്കെ, 284 പേരാണ് ഒപ്പുവെച്ചത്. അപ്പം ഭരണഘടന ഇത്രയും പേര് ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടാണ് നിലവിൽ വന്നത്. അപ്പൊ എന്നാ നിലവിൽ വന്നത്? എന്നാണ്? 1950 ജനുവരി 26. അപ്പൊ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ എന്നാണ്? 1949 നവംബർ 26. എന്ന ഭരണഘടന നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം 1930 ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ് ദിവസമായിട്ട് ആഘോഷിച്ചത്. അതുകൊണ്ടാണ് ഈ എല്ലാവരും അംഗീകരിച്ചു നവംബർ 26 അംഗീകരിച്ചിട്ട് പോലും അത് അന്ന് നിലവിൽ വരുത്താതെ വേറൊരു ഡേറ്റ് അതിനു വേണ്ടി തീരുമാനിക്കാനുള്ള കാരണം എന്താണ്?
1930 ഇതേ ദിവസം നമ്മൾ പൂർണ്ണ സ്വരാജായിട്ട് ആചരിച്ചു. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആ ദിവസം തന്നെ മതി എന്നങ്ങ് തീരുമാനിച്ചു. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? യെസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ ഏക ഡേറ്റ് ഏതാന്ന് ചോദിച്ചാൽ നവംബർ 26 കേട്ടോ. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഏക ഡേറ്റ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അത് നമ്മുടെ പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ അതിനകത്ത് വരും. ഓക്കെ, എടാ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ ജനുവരി 26 കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? അത് 1950 ജനുവരി 26 ഓക്കെ, അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26 അങ്ങനെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ആ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടെങ്കിലാണ് ആ രാജ്യം റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ആര് മാറി? അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ തലപ്പത്തെത്തി ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് വന്നു. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ, എത്ര പട്ടിക, എത്ര ഭാഗങ്ങൾ, എത്ര ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിള്, 8 പട്ടിക, 22 ഭാഗങ്ങൾ. എത്രയാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക, 22 ഭാഗം ഇത്രയുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ എത്രയുണ്ട്? 470ഓളം ആർട്ടിക്കിളുകളും 12 പട്ടികകളും 25 ഭാഗങ്ങളും ഉണ്ട്. ഇപ്പൊ എത്രയാണ്? 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളും ഉണ്ട്. എടാ, ഞാൻ ഈ ബുക്ക് ചുമ്മാ എടുത്തോണ്ട് വന്നതൊന്നുമല്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം എടുത്തോണ്ട് വന്നതാണ്. സംഭവം ഈ ബുക്കിൽ നിന്ന് 88ഓളം ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് കേട്ടോ. ഈ ബുക്ക് ഞാൻ ഇത് വായിച്ചു നോക്കിയിട്ട്, ഞാൻ ഇതിന് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മികാന്തിന്റെ മലയാളം വേർഷനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മികാന്ത് മലയാളത്തിലാക്കി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT ഉൾപ്പെടുത്തിയിട്ടുണ്ട്, NCERT ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല. മനസ്സിലായോ? SCERT NCERT കംപ്ലീറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് സെപ്പറേറ്റ് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം ഞാൻ നോക്കിയിട്ട് കേരള ഹിസ്റ്ററി നോക്കിയപ്പോൾ നമ്മുടെ ശ്രീധര മേനോന്റെ കേരള ചരിത്രം ഉൾപ്പെടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യയുടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. അപ്പം ഞാൻ വായിച്ചു നോക്കിയിട്ട് ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ബുക്ക് പൈസ കൊടുത്ത് നിങ്ങൾ മേടിക്കേണ്ട. 1500ഓളം രൂപയുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും PDF ഇട്ടുതരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 മെയിലാണ് കേട്ടോ. എന്നാണ് 1949 മെയിലാണ് ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചെന്നാണ്. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും കടന്നു വരാം. അപ്പം ഉറപ്പായിട്ട് അടിച്ചുറപ്പിച്ച് പഠിച്ചു വെക്കണം. എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22 ഓക്കെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോവും കേട്ടോ. പൈസക്ക് മന്തി കഴിക്കാം. ഓക്കെ, അപ്പൊ എന്നാണ് ദേശീയ പതാക അംഗീകരിച്ചത്? 1947 ജൂലൈ 22 ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ എന്നാണ് അംഗീകരിച്ചത്? ദേശീയ ഗാനമാണെങ്കിലും ദേശീയ ഗീതമാണെങ്കിലും നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് 2 ദിവസം മുന്നെയാണ്. അപ്പൊ എന്നാണ്? 1950 ജനുവരി 24 ഓക്കെ, അപ്പൊ ദേശീയ പതാകയാണെങ്കിൽ 1947 ജൂലൈ 22 എന്നാ ദേശീയ ഗാനം, ദേശീയ ഗീതം നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ 2 ദിവസം മുന്നേ. ഓക്കെ, അപ്പൊ എന്നാണ്? 1950 ജനുവരി 24 ഇനി ദേശീയ മുദ്ര എന്ന് അംഗീകരിച്ചത്? അത് ആ റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെയാണ് അംഗീകരിച്ചത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 ഓക്കെ അല്ലേ?
യെസ്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടർ എന്ന് അംഗീകരിച്ചത് 57 കേട്ടോ. റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞിട്ടാണ്. 1957 മാർച്ച് 22. അപ്പൊ ജൂലൈ 22 എന്നാണ് ജൂലൈ 22 1947 ജൂലൈ 22 ദേശീയ പതാക. ഓക്കെ, ഇനി നമ്മുടെ 1957 മാർച്ച് 22 എന്താണ് ദേശീയ കലണ്ടർ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടന നമ്മൾ പറഞ്ഞു, നമ്മൾ ഭരണഘടന തയ്യാറാക്കി. എങ്ങനെ തയ്യാറാക്കി? അന്ന് കമ്പ്യൂട്ടർ ഉണ്ടോ? അന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടോ ഡിജിറ്റലായിട്ട് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാൻ? ഇല്ല. അന്ന് എന്താണ്? കൈയെഴുത്ത് എഴുതിയാണ് തയ്യാറാക്കിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇത്രയും വലിയ ബുക്ക് എഴുതി തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു അത് തയ്യാറാക്കാൻ. കാരണം എന്താണ്? എഴുതിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും പേജുള്ള ബുക്ക് നമുക്ക് എന്താണ് AI-നെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ 10 പേരുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എന്താണ് ഇതേപോലെ ഡോക്യുമെന്റിലാക്കിയൊക്കെ ഇത്രയും വേഗം തയ്യാറാക്കാൻ പറ്റും. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയാണോ? എഴുതി വേണം തയ്യാറാക്കാൻ. അപ്പൊ ആരാണ് അത് എഴുതി തയ്യാറാക്കിയത്? പ്രേം ബിഹാരി നരൈൻ റൈസാദ. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദാണ് നമ്മുടെ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. ഓക്കെ, ചുമ്മാ എഴുതിപ്പോയി ആർക്കെങ്കിലും വായിക്കാൻ തോന്നൂ? ഒരു ലേ ഔട്ട് ഒക്കെ വേണ്ടേ അല്ലെ? നമ്മുടെ ഇപ്പൊ ഈ ബുക്കിന് തന്നെ ഒരു ലേ ഔട്ട് ഉണ്ടല്ലേ, ചുറ്റും ബോർഡർ ഒക്കെ വെച്ച് ഇടയ്ക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ലേ ഔട്ട് വെച്ച് ഇച്ചിരി ഭംഗിയാക്കാൻ വേണ്ടി ആ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ. ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അപ്പൊ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. എന്നാൽ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഓക്കെ, ശാന്തി നികേതനിലെ കലാകാരന്മാരായിട്ടുള്ള നന്ദലാൽ ബോസും റാം മോഹൻ സിംഹയുമായിരുന്നു പ്രേം ബിഹാരി നരൈൻ റൈസാദ തയ്യാറാക്കിയ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി മനോഹരമാക്കിയത്. അപ്പൊ ആരൊക്കെയാ മനോഹരമാക്കിയത്? നന്ദലാൽ ബോസും റാം മോഹൻ സിംഹയും കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റിവിഷൻ വരത്തില്ലേ? ഇപ്പൊ സൺഡേ നമ്മൾ റിവിഷൻ ചെയ്യും. സൺഡേ നമ്മളിത് റിവിഷൻ ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പൊ അറിയുന്ന പോയിന്റ് എല്ലാം നിങ്ങൾ എഴുതാനായിട്ട് നിൽക്കണ്ട, അറിയാത്ത പോയിന്റ് മാത്രമേ എഴുതുക. അപ്പൊ റിവിഷൻ ചെയ്യാൻ നേരത്ത് അറിയാത്ത പോയിന്റ് മാത്രം റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത ഫാക്ട്സ് കൂടെ നമ്മൾ പഠിച്ചു വരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നന്ദലാൽ ബോസും റാം മനോഹർ സിംഹയാണ് അത് മനോഹരമാക്കിയത്. എന്നാ ഇത് എന്താണ്? ഇപ്പൊ ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിൽ അതിന് ഹിന്ദിയിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ വൈദ്യ. ആരാണ്? വസന്ത് കൃഷ്ണൻ വൈദ്യ. വസന്ത് കൃഷ്ണൻ വൈദ്യയാണ് ഹിന്ദിയിൽ ഇത് തയ്യാറാക്കിയത്. ഹിന്ദിയിൽ ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. ഹിന്ദി കൈയെഴുത്ത് പതിപ്പും മനോഹരമാക്കിയത് ആരാണ്? അത് നന്ദലാൽ ബോസ് തന്നെയാണ്. അപ്പൊ മനോഹരമാക്കിയത് ആരാണ് അല്ലെങ്കിൽ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. സഹായിയായിട്ട് ആരും ഉണ്ടായിരുന്നു? റാം മനോഹർ സിംഹയും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആ ഒരു കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ എന്തിന്റെയൊക്കെ ചെയർമാനായിരുന്നു? അതായത് ഇത്രയും വലിയൊരു ബുക്ക് തയ്യാറാക്കുകയാണ് അല്ലെ? ഭരണഘടന എന്ന് പറയുന്ന ബുക്ക് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയലിനേക്കാളും ഒക്കെ വലിയൊരു ബുക്കാണ്. അപ്പൊ അത് തയ്യാറാക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ച് അതിന് പെർഫെക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ ഓരോ സെക്ഷനും ഓരോരുത്തരെയാണ് ഏൽപ്പിച്ചത് കേട്ടോ. അപ്പൊ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് 8 മേജർ കമ്മിറ്റികൾ രൂപീകരിച്ചു. അപ്പൊ എത്ര മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റി അല്ലെങ്കിൽ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ 2 കമ്മിറ്റിയുടെയും ചെയർമാൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു യൂണിയൻ ആണ് എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ ഇന്ത്യ ഒരു യൂണിയൻ ആണെങ്കിൽ ആ യൂണിയനിലെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ കേട്ടോ. ഇന്ത്യ ഒരു യൂണിയൻ ആണ്, ആ യൂണിയന്റെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷൻ.
പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. അപ്പൊ പ്രൊവിൻഷ്യ നമ്മുടെ ഓരോ പ്രവിശ്യയിലേക്ക്, പ്രൊവിൻഷ്യ എന്ന് പറയുമ്പോൾ പ്രവിശ്യയിലേക്ക്, അതിങ്ങനെ എന്താണ് വല്ലെടുത്തുമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, അങ്ങനെ ആലോചിക്കണം കേട്ടോ. വല്ലെടുത്തും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഓരോ പ്രവിശ്യകളും കിടന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്ന മൗലികാവകാശ കമ്മിറ്റി ആരാണ്? മൗലികാവകാശം, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നൊക്കെ പറയുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പൊ മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി, ഇതൊക്കെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ആറാമത്തത് റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. റൂള് ആരാണ്? നമ്മുടെ റൂൾ മെയിൻ നിയമം ഇറക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ. പ്രസിഡന്റ് ഒപ്പുവെച്ചാലല്ലേ നിയമം ആവത്തോള്. അപ്പൊ റൂള് ആവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം. അപ്പൊ ആരാണ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്? അദ്ദേഹമാണ് റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ. അപ്പൊ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് മാറിപ്പോവില്ല. അപ്പൊ റൂള് വരണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവേണം. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഒരു യൂണിയൻ ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവിടെ വരുന്നത്. അപ്പൊ യൂണിയനകത്ത് എന്തുണ്ട്? സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ അല്ലേ നമ്മുടെ ഇന്ത്യ. അപ്പൊ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്താണ്? നമ്മുടെ രാജ്യം പോകുന്നത് തന്നെ റൂൾസിന്റെ ഒരു സ്റ്റിയറിംഗിലല്ലേ. നമ്മുടെ എന്താണ് റൂൾസ് വെച്ചിട്ടാണ് നമ്മുടെ രാജ്യം സഞ്ചരിക്കുന്നത് അല്ലേ. നമ്മുടെ റൂൾസിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അപ്പം ആ ഒരു റൂൾസിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഓക്കെ, സ്പാർക്ക് സിംബണി. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും മനസ്സിലായോ? മൈനർ കമ്മിറ്റി ഒന്നും നോക്കണ്ട, മേജർ കമ്മിറ്റികൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പറഞ്ഞു BR അംബേദ്കർ ആണ് അല്ലേ. BR അംബേദ്കർ ആണ് ചെയർമാൻ. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പൊ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്? ഒരു എന്താണ് ഭരണഘടന ഉണ്ടാക്കി, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി, ഒരു ചെറിയ രൂപം, ഒരു കരട്. അതായത് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളാണ് ഈ ഭരണഘടന ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു ബുക്ക് തയ്യാറാക്കാൻ പോവാണ്. ചുമ്മാ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, PSCയുടെ ഒരു ബുക്ക് നിങ്ങൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചാടിക്കേറി ഒന്നാമത്തെ പേജ് തൊട്ട് എഴുതി തുടങ്ങുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ആദ്യം എന്ത് തയ്യാറാക്കും? അതിനൊരു ഇൻഡെക്സ് തയ്യാറാക്കൂലേ? എങ്ങനെ എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം, ഒരു ചെറിയൊരു കരട് രൂപമാണ് നമ്മുടെ ഇൻഡെക്സിൽ. ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ ഹെഡിങ്ങിന്റെയും താഴെ എന്താണ് ആ കണ്ടന്റ് സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ നേരത്തെ ആദ്യം ഒരു ഇൻഡെക്സ് പോലെ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് രൂപം തയ്യാറാക്കി. അത് തയ്യാറാക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ, 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളുണ്ട്. ഓക്കെ അല്ലേ? എടാ നോക്കിയേ, നമ്മുടെ ഓഗസ്റ്റ് 29-നാണ് 2-9 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2-9 മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടത്തില്ലേ? അപ്പൊ എന്താണ് ഓഗസ്റ്റ് 29-ന് നിയമിച്ച കമ്മിറ്റിയിൽ ആ 2-9 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതായിരിക്കും എല്ലാ അംഗസംഖ്യ. അപ്പൊ എത്രയാണ്? 7 തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓർത്താ കിട്ടൂലേ, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ BR അംബേദ്കറെയാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. BR അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ വന്നത് എവിടെയാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. BR അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ വന്നത് എവിടെയാണ്? എവിടെയാണ് വന്നത്? BR അംബേദ്കറിന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമ വന്നത്
നമ്മൾ പഠിച്ചത് ആരെങ്കിലും പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ. BR അംബേദ്കറിന്റെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമ വന്നത് എവിടെയാണ്? ആരും പറയുന്നില്ല. എവിടെയാണ് പ്രതിമ വന്നത്? കറണ്ട് അഫയേഴ്സ് ക്ലാസ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മൾ പഠിച്ചാണ്. യെസ്, തെലങ്കാന. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ട് കേട്ടോ. ഒരേ ഹൈറ്റ് ആണ് ന്യൂസ് പേപ്പറിലെല്ലാം കിടക്കുന്നത്. അത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കി അങ്ങ് എഴുതുക. ഓക്കെ. അപ്പൊ എന്താണ്? തെലങ്കാന, ഹൈദരാബാദ് അല്ലെങ്കിൽ വിജയവാഡ, ആന്ധ്രാപ്രദേശ് രണ്ടും ഉണ്ട്. രണ്ടിലും ഒരേ ഹൈറ്റ് ആണ് പറയുന്നത്. അപ്പം ഓപ്ഷൻ നോക്കി എഴുതുക. PSC ചോദ്യം ചോദിച്ചിരുന്നു, അവിടെ തെലങ്കാന ചോദിച്ചില്ല, ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ തന്നു. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം? ആന്ധ്രാപ്രദേശ്. ഇനി ആന്ധ്രാപ്രദേശ് ഇല്ല, തെലങ്കാനയാണ് ഓപ്ഷൻ തന്നെങ്കിൽ തെലങ്കാന. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. അഹമ്മദി കാണിച്ചിട്ട് പോയി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നങ്ങ് വിളിച്ചു. ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പോയി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? ആരൊക്കെയാണ്? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP കേത്തൻ. ഇത്രയും പേരാണ്. ഇത്ര 7 പേരാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കും? എന്ത് പഠിക്കും? ചെറിയൊരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെച്ചോ. അംബേ മുൻഷി സാദുള്ള. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ അംബേ മുൻഷി, നല്ല സാദുണ്ട്. മുൻഷിയുടെ അടുത്ത് പറയാണ് അംബേ, പറയത്തില്ലേ അംബേ മുൻഷി നല്ല സാധുള്ള. ഓക്കെ, അങ്ങനെ പറയണം. സാധു അല്ല, അംബേ മുൻഷി എന്ന് പറഞ്ഞാൽ സാധു അല്ല എന്ന് പഠിച്ചേക്കണം. അംബേ എന്ന് പറയുന്ന ഒരു മുൻഷിയുണ്ട്, അദ്ദേഹം സാധു അല്ല. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ല എന്ന് പറഞ്ഞാൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. ഓക്കെ. അപ്പം എന്താ സാധു അല്ലാത്ത കാര്യം? അങ്ങനെ സാധു അല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ കയ്യിൽ മിച്ചർ ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ തിന്നുന്ന മിച്ചർ. അപ്പൊ അതങ്ങ് താഴെ പോയി കേട്ടോ. അപ്പൊ എന്ത് പറയും? അയ്യേ മിച്ചർ കയ്യിന്ന് പോയി എന്ന് പറയണം കേട്ടോ. ഈ അംബേ മുൻഷി എന്നൊക്കെ പറയുമ്പോ എല്ലാം ഭയങ്കര ബ്രാഹ്മൺസ് ആ ഒരു രീതിയിലുള്ളവരല്ലേ. അപ്പൊ താഴെ പോകുമ്പോ അവര് ഭയങ്കര വെർജിയായിട്ടുള്ള സാധനം കണക്കല്ലേ പറയുന്ന. അയ്യേ മിച്ചർ കയ്യിന്ന് പോയി എന്നങ്ങ് പഠിക്കണം കേട്ടോ. എന്താണ്? അംബേ മുൻഷി സാധു അല്ല, അയ്യോ അല്ലെങ്കിൽ അയ്യേ മിച്ചർ കയ്യിന്ന് പോയി എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്താണ് നമ്മുടെ അയ്യേ എന്ന് പറയുമ്പോ അയ്യങ്കാർ, ഗോപാലസ്വാമി അയ്യങ്കാർ. മിച്ചറിൽ നിന്ന് BL മിത്തർ കേട്ടോ, BL മിത്തർ. പിന്നെ കൈ എന്ന് പറഞ്ഞാൽ കേത്താൻ. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? ചെറിയൊരു കോഡാണ്, ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പേരും കിട്ടും. ഓക്കെ. ഇനി എന്താണ് നമ്മുടെ മിച്ചർ മാറിയിട്ട് എന്ത് വന്നു? മിച്ചർ മാധവൻ എടുത്തു എന്ന് പഠിച്ചാൽ മതി. അപ്പൊ തറയെ വീണ മിച്ചർ ആരെടുത്തു? മാധവൻ എടുത്തു. അപ്പൊ എന്താണ്? കൈ എന്നിട്ട് TT എടുത്തു. കയ്യിൽ TT എടുത്തു. അതിനകത്തുനിന്ന് എന്താണ്? ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കയ്യിൽ TT എടുത്തെന്നോ അല്ലെങ്കിൽ ആ മിച്ചർ എടുത്തപ്പോഴത്തേക്ക് TT വന്ന് പിടിച്ചെന്നോ എല്ലാം ഓർത്തു വെച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് ആരും എന്താ കമന്റ് ചെയ്യാത്തത്? മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു കോഡ് ഉണ്ടാക്കിയിട്ട് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മോശം. അപ്പൊ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP കേത്താൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്താണ്? ആ BL മിത്തറിന് ആര് വന്നു? മാധവൻ വന്നു. N മാധവറാവു വന്നു. ഓക്കെ. ഇനി നമ്മുടെ DP കേത്താൻ മരിച്ചപ്പോ ആര് വന്നു? TT കൃഷ്ണമാചാരി വന്നു. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവരെയാണ് നോക്കുന്നത് കേട്ടോ. വിശേഷിപ്പിച്ചവർ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാം എഴുതി തയ്യാറാക്കി നമ്മുടെ പ്രേം ബിഹാരി നരൈൻ ത്രേസാദെ നല്ല കുത്തിയിരുന്ന് അതിരുന്ന് എഴുതി നമ്മുടെ നന്ദലാൽ ബോസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് പറയാണ് ഓക്കെ ക്വാസി ഫെഡറൽ എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചു. ക്വാസി ഫെഡറൽ എന്ന് ആര് പറഞ്ഞു? KC വെയർ. അപ്പൊ എന്താണ്? കാസി ഫെഡറൽ KC വെയർ കേട്ടോ. നല്ലൊരു ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, ഒരേ ടോൺ അല്ലേ?
കൊച്ചെണീക്കുന്ന ഇയർഫോൺ എടുത്ത് എന്റെ ചില കേട്ടിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ക്വാസി ഫെഡറൽ കെ സി വെയർ, അപ്പൊ ക്വാസി കെ സി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ക്വാസി കെ സി. അപ്പൊ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് ആരാണ്? കെ സി വെയർ ആണ്. ഇനി കോപ്പറേറ്റീവ് ഫെഡറലിസം, കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം. എടാ കോപ്പറേറ്റീവ്സ് ആയിട്ടുള്ള, നമ്മുടെ കോപ്പറേറ്റീവ് എന്ന് പറയത്തില്ലേ, നമ്മള് വലിയ കോപ്പറേറ്റുകൾ ആണ് എന്തുണ്ടാക്കുന്നത്? വില്ല ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണ്? വലിയ കോപ്പറേറ്റുകളാണ് വില്ല ഉണ്ടാക്കുന്നത്. സാധാരണക്കാർക്ക് വില്ല ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? വില്ലയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ കോപ്പറേറ്റുകളായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുക. കോപ്പറേറ്റീവ് ഫെഡറലിസം, ഗോഡ് വില്ലെ ഓസ്റ്റിൻ. എന്താണ്? ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ. ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ. ഗ്രാൻഡ് ആയിട്ട് വില്ലയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് കോപ്പറേറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ആരാണ്? ഐവർ ജെന്നിങ്സ്. എന്താണ്? ഐവർ ജെന്നിങ്സ് എന്താ പറഞ്ഞത്? ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി. ഓക്കെ, അപ്പൊ വിത്തിൽ നിന്നാണ് ജനിക്കുന്നത് കേട്ടോ. ഫെഡറേഷന്റെ വിത്തിൽ നിന്നാണ് ആര് ജനിക്കുന്നത്? എല്ലാരും ജനിക്കുന്നതെന്ന് ആലോചിച്ച് വെക്കുക. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി ഐവർ ജെന്നിങ്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ബാർഗൈനിങ് ഫെഡറലിസം ആരാണ്? ബാർഗൈനിങ് ഫെഡറലിസം മോറിസ് ജോൺസ് ആണ് കേട്ടോ. എന്താണ്? മോറിസ് ജോൺസ്. എന്താണ്? ബാർഗൈനിങ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ബോറിസ് ജോൺസ് ആണ്. ഓക്കെ, ഇനി എക്സ്ട്രീമിലി ഫെഡറൽ ആരാണ്? എക്സ്ട്രീമിലി ഫെഡറൽ ആണെന്ന് പറഞ്ഞത് പോൾ അപ്പബ്ലി ആണ്. എടാ ഈ പോൾ അപ്പബ്ലിയെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ടോ കേട്ടതായിട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പം എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പോൾ അപ്പബ്ലി ആണ്. നിയമജ്ഞരുടെ പറുദീസ എന്ന് പറഞ്ഞത് ആരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. അപ്പൊ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി, നിയമജ്ഞരുടെ പറുദീസ ആരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് കേട്ടോ. സവിശേഷതകൾ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ എന്താണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ട് നിർവചിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞേക്കാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് വിശേഷിപ്പിച്ചേക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കേട്ടിട്ടുണ്ട്. യെസ്, ആരാ? നമ്മുടെ പോൾ അപ്പബ്ലി. നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്തോ ഒരു കോട്ട് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. എന്തായാലും നമ്മുടെ പൊതുഭരണം എന്ന് പറയുന്ന ഭാഗത്തും ഇദ്ദേഹം എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു കേന്ദ്രീകൃത സെൻട്രൽ ഭരണ സംവിധാനമായിട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഭരണഘടന പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനം ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ ഫെഡറൽ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭാഗത്തും പറയുന്നില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും എന്നാൽ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ 470ഓളം ആർട്ടിക്കിളുകളൊക്കെ വന്നല്ലേ. എന്തുകൊണ്ടാ എപ്പോഴും ഇങ്ങനെ ആർട്ടിക്കിൾ വന്നുകൊണ്ടിരിക്കുന്നത്? അത് എളുപ്പമാണ്. ഓക്കെ, നമുക്കൊരു നിയമം വേണമെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് ഭേദഗതി ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ട് പറയുന്നുണ്ട്. കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. പിന്നെന്താണ്? ക്വാസി ഫെഡറൽ സംവിധാനമാണ് ഉള്ളത്. എന്നാൽ ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. ഓക്കെ, എന്നാൽ എന്താണ്? നിയമം നിർമ്മിക്കാൻ എളുപ്പമാണ്, ഭേദഗതി ചെയ്യാൻ പാടാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ നമ്മുടെ ഭരണഘടനയിൽ പറയാത്ത മറ്റൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതേതായിരുന്നു? ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് പോൾ അപ്പബ്ലി കേട്ടോ. ഓക്കെ, ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ അറിയുന്നവര് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിച്ചേക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ പഠിച്ചതാണ്. വേറെ ഒരു സാധനം പഠിച്ചപ്പം അതും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഏതാണ്? ബജറ്റ്. ഓർമ്മയുണ്ടോ? ബജറ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. പകരം എന്താ പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. ബജറ്റ് പറയുന്നില്ല, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ?
42ാമത്തെ അമെൻമെന്റ് 1976 പ്രകാരം ഒറ്റ തവണ നമ്മുടെ പ്രിയാമ്പിളിനെ ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സെറ്റാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുണ്ട്, നമുക്കത് ഓർഡറിൽ പഠിച്ച് പോവാം. നാളെ ഇതിന്റെ ബാക്കിയായിരിക്കും. അങ്ങനെ ഒരു ടോപ്പിക്ക് തീർത്തതിന് ശേഷമേ നമ്മൾ അടുത്ത ടോപ്പിക്ക് എടുക്കൂ കേട്ടോ. നമ്മൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തതിന് ശേഷമേ നമ്മൾ അടുത്ത ടോപ്പിക്ക് എടുത്തു. അങ്ങനെ കറങ്ങി നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഇത്രയാണ്. നമ്മൾ 4:40 കണക്കൂട്ടി വെച്ചിരുന്നത്. ഇനി അടുത്ത ക്ലാസ് 4:40 കേട്ടോ. 4:40 ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത് 4:45. അത് നിങ്ങൾ നോക്കണ്ട, കാരണം അതിനകത്ത് 4:40 എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 4:45 വെച്ചത്. 4:40 നമ്മൾ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ 4:45 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു റെസ്റ്റ് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ 4:45 വരെ നിങ്ങൾ ഓടിച്ചിതൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലായോ? ഒന്ന് ഇമ്മീഡിയറ്റ് റിവിഷൻ നടത്തുക. സെറ്റാണോ? ഓക്കെ, അപ്പൊ ഒന്ന് ഇത്രയൊന്ന് വായിച്ചു നോക്കുക. 4:45 ആകുമ്പോൾ വീണ്ടും വരിക. 4:45 ആകുമ്പോൾ നമുക്ക് അടുത്ത സയൻസ് സ്റ്റാർട്ട് ചെയ്യാം. SCRT സയൻസ് ആണ്. അതും നമ്മൾ ലക്ഷ്യയുടെ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലക്ഷ്യ കംപ്ലീറ്റ് ഒരു എല്ലാം നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് അതും പഠിച്ചു തീർക്കാം കേട്ടോ. അതും സീരീസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവരും പോയി ഇത്രയും പഠിച്ചത് വരെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.